നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, UDF സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടികളൊന്നായ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി പ്രിയദർശിനി ഒരു മാസം പിന്നിടുകയാണ്. പദ്ധതിക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട്. പദ്ധതി ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞു. എങ്കിലും KSRTCക്ക് നഷ്ടമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സൗജന്യ യാത്രയിൽ KSRTCക്ക് ഇതുവരെ 75 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിദിനം 2.5 കോടിയുടെ വരുമാനം നഷ്ടമാകുന്നുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി വനിതാ യാത്രക്കാരുടെ എണ്ണത്തിൽ 40% വർധനവുണ്ടായിട്ടുണ്ട്. പ്രതിദിനം ശരാശരി 7 ലക്ഷം സ്ത്രീകളാണ് യാത്ര ചെയ്യുന്നത്. ഇതുവരെ സൗജന്യ യാത്ര പ്രയോജനപ്പെടുത്തിയത് 1 കോടി സ്ത്രീകളാണ്. ഏറ്റവും കൂടുതൽ യാത്രക്കാർ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നാണ്. നിലവിൽ 3125 ഓർഡിനറി ബസ്സുകളാണ് പദ്ധതിക്കായി സർവീസ് നടത്തുന്നത്. പദ്ധതി സംബന്ധിച്ച വിശദമായ കണക്കുകൾ മന്ത്രി CP ജോൺ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കും. സൗജന്യ യാത്രയ്ക്കായി ആദ്യ ദിവസങ്ങളിൽ 2.25 കോടി രൂപ സർക്കാർ KSRTCക്ക് നൽകിയ സ്ഥാനത്ത് ഇപ്പോൾ അത് 2.70 കോടി, 2.84 കോടി എന്നിങ്ങനെ ഉയർന്നിട്ടുണ്ട്. വനിതാ യാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതീക്ഷിച്ച വർധനവുണ്ടായിട്ടുണ്ട്. 5 ലക്ഷം വനിതകളാണ് അധികമായി എത്തിയത്. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്തിരുന്നവരും കൂട്ടുകാർക്കൊപ്പം കാറിൽ പോയിരുന്നവരും അടക്കം വലിയൊരു വിഭാഗം വനിതകൾ ബസ്സുകളിലേക്ക് മാറി. രാവിലെയും വൈകിട്ടും ബസ്സുകളിൽ വലിയ തിരക്ക്. 3000 രൂപ വരെ സൗജന്യ യാത്ര വഴി മിച്ചം പിടിക്കാൻ കഴിയുന്നുണ്ട് എന്നും യാത്രക്കാർ പറയുന്നുണ്ട്. UDF സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ പ്രിയദർശിനി ഒരു വശത്ത് വനിതകൾക്കൊക്കെ വലിയ സന്തോഷമാകുമ്പോൾ തന്നെ മറുവശത്ത് സ്വകാര്യ ബസ് മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു. ഒരു മാസത്തിനിടെ 65 കോടി രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടായെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. 500-ലധികം ബസ്സുകൾ ഓട്ടം നിർത്തി. ഓടുന്നവയിൽ പകുതി മുഴുവൻ ട്രിപ്പ് നടത്തുന്നില്ല. തൊഴിലാളികൾക്കുള്ള കൂലി കണ്ടെത്താനാകാതെ പല ഉടമകളും കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും ഒക്കെ കുപ്പായം അണിയുന്ന സാഹചര്യമുണ്ടായി. ഓടുന്നവയിൽ പകുതിയും മുഴുവൻ ട്രിപ്പ് നടത്തുന്നില്ല. നേരത്തെ ദിനംപ്രതി 16,000 രൂപ കിട്ടിയ ബസ്സുകൾക്ക് കിട്ടുന്നത് 10,000-ൽ താഴെ മാത്രം. നെഗറ്റീവ് ബാലൻസിലാണ് ദിവസേനയുള്ള കണക്കുകൾ. പകൽ നേരങ്ങളിൽ ബസ്സുകൾ പലതും ശൂന്യം. സ്വകാര്യ ബസ്സുകൾ മുന്നിലൂടെ കടന്നുപോയാലും KSRTCക്കായി സ്റ്റോപ്പിൽ കാത്തു നിൽക്കുകയാണ് വലിയ ഭാഗം സ്ത്രീകളും. എണ്ണത്തിൽ KSRTCക്കൊപ്പം നിൽക്കുന്ന കൊല്ലം ജില്ലയിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. വയനാട്ടിലെയും കോട്ടയത്തെയും സ്ഥിതി സമാനം തന്നെയാണ്. 10 വർഷം മുമ്പ് സംസ്ഥാനത്ത് 12,000 സ്വകാര്യ ബസ്സുകൾ ഉള്ളിടത്ത് ഇപ്പോൾ ഓടുന്നത് 11,936 ബസ്സുകളാണ്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കെങ്കിലും കൂട്ടാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന് ബസ് ഉടമകൾ പരാതിപ്പെടുന്നുണ്ട്. എന്തായാലും സൗജന്യ യാത്ര നൽകുന്നു എന്നതുകൊണ്ട് സ്ത്രീകൾ അവരെ ആശ്രയിക്കുന്നില്ല എന്നതുകൊണ്ട് വിദ്യാർത്ഥികളുടെ മേൽ ആ ഭാരം അടിച്ചേൽപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം ഒരു വശത്ത് ഉയരുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത ചില വനിതാ യാത്രക്കാരെയൊക്കെ പ്രതികരണം ആരാഞ്ഞിരുന്നു. എന്താണ് അവർക്ക് പറയാനുള്ളത് നോക്കാം. മലയാളി വാർത്തയോട് പ്രതികരിച്ച വനിതകളിൽ ചിലർ ഇതുവരെ പ്രിയദർശിനിയിൽ കയറാത്തവർ വരെയുണ്ട്. ചില റൂട്ടുകളിലേക്ക് ഇതില്ല എന്ന പരിഭവം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അവരുടെ വാക്കുകളിലേക്ക്. ഞാൻ വല്ലപ്പോഴാണ് വരുന്നത്, എനിക്കറിയില്ല. ഞാൻ പോകാറില്ല, ഇന്ന് ഇറങ്ങിയത് ബസ്സിൽ പോകാൻ. പ്രിയദർശിനി ഒരു മാസം പിന്നിടുകയാണ്. എങ്ങനെയാണ്? ലാഭമാണോ? കിട്ടുന്നില്ല, കിട്ടാറില്ല. പ്രിയദർശിനി ഒരു മാസം പിന്നിടുകയാണ്. അപ്പോൾ ലാഭം ഒരു മാസം എങ്ങനെയുണ്ട്? കൊയ്തോ? ലാഭം കൊയ്തോ? കുഴപ്പമില്ല. എപ്പോഴും കിട്ടോ? അങ്ങനെ പറയാ കിട്ടാറില്ല. എന്താ പറയാ, ഒന്നും പറയാൻ പറ്റാത്ത. ഏത് റൂട്ടാണ്? എവിടെയാണ് പോയി വരുന്നത്? ഞങ്ങളെ റൂട്ടിലോട്ട് പ്രിയദർശിനി ഇല്ല. ഞങ്ങൾ നെട്ടയോട് ഇല്ല. പക്ഷെ നല്ല ഒരു കാര്യമല്ലേ അല്ലേ? നമുക്ക് പൈസ ഇല്ലെങ്കിലും നമുക്ക് ആരെ കയ്യിൽ നിന്ന് വാങ്ങണ്ടല്ലോ, പെട്ടെന്ന് ആ ബസ്സിൽ അങ്ങ് പോവാല്ലോ. നല്ല കാര്യമാണത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉണ്ട് 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 നല്ല കാര്യം. എല്ലാവരും ഒരു സന്തോഷകരമായത്. കാരണം നമ്മളും പൈസ ഇല്ലാതെ ഇരിക്കപ്പോഴേ ഒരു ദിവസം ജോലിക്ക് പോകാൻ പറ്റില്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ പോകാൻ പറ്റൂല. ഇതിപ്പം ധൈര്യമായിട്ട് അങ്ങ് ഇറങ്ങി പോവാം. കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്നേ ഉള്ളൂ. എന്നാലും നല്ല കാര്യം കിട്ടും. നല്ല കാര്യം, അത് ഇഷ്ടപ്പെട്ടു. ഒരു മാസം അറിഞ്ഞില്ല. ഇല്ല ഇല്ല, നമുക്ക് എപ്പോഴും കിട്ടാറില്ലല്ലോ. പ്രിയദർശിനി ഒരു മാസം പിന്നീടാണ്. ഞങ്ങൾക്കില്ലല്ലോ. ഒരു കണ്ണാമ്പള്ളി മാത്രമേ ഉള്ളൂ. അത് 4 മണിക്ക്. അത് നമുക്കൊന്നും കയറാൻ പറ്റില്ല, അത്ര ജനമാണ്. ഞങ്ങൾക്കോ? എനിക്ക് ചൊവ്വള്ളൂർ, പുളിയർക്കോണം ചൊവ്വള്ളൂര്. ആ റൂട്ടില്ല. ഇല്ല. ഇല്ല. സ്ഥിരം യാത്ര ചെയ്യുന്നവരാണ്.
അല്ലാതെ മറ്റു റൂട്ടിലേക്ക് പോകുമ്പോൾ കിട്ടാറുണ്ടോ? ഇല്ല, എങ്ങും പോണില്ല. വീട്ടു ജോലിക്ക് ഇവിടെ വരും, അവിടെ ഒരു വീട്ടിൽ പോകും. ഇപ്പൊ ഒരു ചേച്ചി വന്ന് അവര് എന്നെ കൂടെ ആട്ടെ കയറ്റി. എനിക്ക് കാലൊന്നും നടക്കാൻ വയ്യാത്തോണ്ട് അങ്ങനെ കയറ്റി ഇവിടെ ഇറക്കി. പൈസ വാങ്ങിച്ചില്ല. ഇല്ല, കയറിയില്ല. ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ 4 മണിക്ക് ചൊവ്വള്ളൂര് വരും. അതിന്റെ പുറകെ ആയിരിക്കും ചിലപ്പോ അത് വരണം. സിറ്റി ബസ്. അല്ല, ഇതുവരെ കയറിയിട്ടില്ല, പ്രിയദർശിനി കയറില്ല. പക്ഷെ സന്തോഷമാണ്. കയറിയിട്ടില്ല, ഇല്ല. പക്ഷെ നമുക്കിത് പോകുമ്പോൾ വളരെ സന്തോഷം. കയറട്ടെ, നമുക്ക് കുഴപ്പമില്ല. പോവാൻ പറ്റുന്നവര് പോട്ടെ. വണ്ടിയുള്ളവരൊക്കെയാണ് കൂടുതലും പോകുന്നത്. പിന്നെ നല്ല കാര്യമല്ലേ? ഓ, ഏത് ബസ്സിന്റെ നമുക്ക് കിട്ടൂല. ഇത് കരമന. അത് ഇവിടെ കിട്ടിയാലല്ല നമുക്ക് ഈ സ്റ്റോട്ടിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അത് കാത്തു നിക്കണ്ടേ, വലിയ ബുദ്ധിമുട്ടിയത്. ഇത് ആ വീട്ടില് നമ്മള് അത് കാത്തു നിൽക്കുമ്പോ വീട്ടിൽ ജോലിക്ക് പോകുമ്പോ വലിയ താമസിക്കും. നമുക്ക് ഒരു റൂട്ട് 2 ബസ് കയറും. രാവിലെ വരും. അവിടെ നിന്ന് ഭയങ്കര തിരക്കാണ്. മടിക്കും. അത് കാലൊക്കെ വയ്യാത്തോണ്ട് കയറാൻ ബുദ്ധിമുട്ടാണ്. കാലൊക്കെ കണ്ടും പുണ്ണല്ലേ, അതുകൊണ്ടൊക്കെ കയറാനൊക്കെ നിക്കാനൊക്കെ ബുദ്ധിമുട്ട്. ഒരിക്കൽ കയറി. ഇവിടെ അത് വഞ്ചൂര് വഴി കറങ്ങിയൊക്കെ പോണ വണ്ടിയാ. ഞാൻ അത് കയറാറില്ല. തിരക്കായിട്ട് കയറില്ല. 2 ദിവസം കയറി. തിരക്കായിട്ട് കയറില്ല. പുളിയിറക്കണം. അതെനിക്ക് ഞാൻ ഇവിടുന്ന് ഒരു ബസ്സേ ഉള്ളൂ. ഒരെണ്ണം ഉണ്ട്. ഞങ്ങൾക്ക് ആ വഴിക്കൊന്നും ഇല്ല മാഡം. വെള്ളനാട് ചെറിയുണ്ണി വഴി പിന്നെ ചെറിയുണ്ണി ആ വഴിയുള്ളത്. വട്ടിയൂർക്കാവ് ചെറിയുണ്ണി ഒരെണ്ണം. പുളിയിറക്കോണം വഴി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് നമുക്കതുകൊണ്ടൊരു പ്രയോജനം കിട്ടുന്നില്ല. അതൊന്നും ചെയ്യുന്നില്ല. രാവിലെ ഒരു റൂട്ട് ഞങ്ങൾ അവിടുന്ന് നമുക്ക് അവിടുന്ന് ഇവിടം വരെ ഇവിടെ വന്ന് ഇറങ്ങാം. 24 രൂപ. ഈ ഒരു റൂട്ടും ഇല്ല. ഇല്ല. ഞങ്ങൾക്ക് വെള്ളനാട് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് ഈ റൂട്ട് വരുന്നുണ്ട്. അത് നമ്മൾ വരുന്നത് അത് രാവിലെ 5:30 ഒന്നുണ്ട്, പിന്നെ 8:30, പിന്നെ ഉച്ചയ്ക്കൊക്കെ ഉണ്ട്. അത് അങ്ങനെ സമയം മാറിയത്. അപ്പൊ നമ്മൾ വരുന്നേം പോകുന്ന സമയത്തില്ല. അത് ലാഭമാണ് കിട്ടുവാണെങ്കിൽ. പക്ഷെ കിട്ടാത്തോണ്ട് നമുക്ക് അതിലൊരു മെച്ചം തോന്നുന്നില്ല. 2-3 ദിവസം ഞാൻ ഇതിൽ ഈ നേരത്ത് വന്നപ്പോ പോയി കയറി. അപ്പൊ അത് വലിയ ലാഭാ. നമുക്ക് വെള്ളനാട് നേരെ വഴിക്കൊക്കെ ഒരുപാട് ബസ്സുണ്ട്. നമുക്ക് ഈ ചെറിയുണ്ണി വട്ടിയൂർക്കാവ് വഴി ഇല്ല. സ്വപ്നം. അതെ, അതിപ്പോ പറ്റൂല. അതിലൊന്നും ഒരു വിഷമമില്ല. കാരണം ഉള്ളവർ പോകുന്നവരെങ്കിലും ലാഭത്തിൽ പോട്ടെ. പിന്നെ ഒരു കാര്യമുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്. വലിയ ശമ്പളക്കാരും ജോലിക്കാരും എല്ലാവർക്കും അത് പറ്റണ കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നല്ല ഗവൺമെന്റ് ജോലിയുള്ളവരും ഒക്കെ ഈ പ്രിയദർശിനിയിൽ പോകുന്നത് സാധാരണ പാവപ്പെട്ടവര് പോലെയുള്ളവർക്കൊക്കെയാണ് അത് വലിയൊരു ഉപകാരമാണ്. കുറച്ച് പേരെയൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് ഇവർക്ക് സ്ഥിരം കൊടുത്താ അല്ല ചിലപ്പോൾ 50,000, 1,00,000, 60,000, 35,000 ഒക്കെ സാലറി വാങ്ങിക്കുന്ന തൊഴിലാളികളുണ്ട്. പിന്നെ ഞങ്ങളെ പോലെയുള്ള വീട്ടു തൊഴിലാളിക്ക് പോണവർക്കും അല്ല സുഖമില്ലാത്തവർക്കൊക്കെയാണ് എന്നും കൊടുത്താൽ അത് വലിയൊരു നേട്ടമാണ്. അതാണ് ഏറ്റവും നല്ലൊരു ആവശ്യം. ഞാൻ സുഖമില്ലാത്ത ഒത്തിരി പേരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒരു യാത്ര സൗജന്യം കൊടുത്താൽ അത് വലിയൊരു നേട്ടമാണ്. ജോലി ചെയ്യാൻ പറ്റാത്തവര്, അസുഖമുള്ളവര്, അവർക്കൊക്കെ അതൊരു വലിയൊരു നേട്ടമാണ്.